ശാരീരിക വെല്ലുവിളി നേരിടുന്ന ഒരു കഥാനായകന്റെ നിസ്സഹായമായ അവസ്ഥയെ കാണിക്കുന്ന ഒരു സിനിമയാണ് 2024 പുറത്തിറങ്ങിയ ബിഗ് വേൾഡ് എന്ന സിനിമ. ഇതൊരു ചൈനീസ് ഇമോഷണൽ ഡ്രാമ മൂവിയാണ്. ഇത് മിനിമം ഒരു ഡിസേബിലിറ്റിയുടെ കഥ പറയുന്ന ഒരു സിനിമ മാത്രമല്ല, ഇത് ഫ്രീഡത്തെ കുറിച്ച് പറയുന്നുണ്ട്, അവന്റെ സ്വപ്നങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ജേർണിയുടെ കഥ പറയുന്ന ഒരു സിനിമ കൂടിയാണ് ഈ ബിഗ് വേൾഡ് എന്നത്. ലിയു ചുൻഹെ എന്നാണ് ഇതിലെ കഥാനായകന്റെ പേര്. അവന്റെ അമ്മ ചെൻലു, അവന്റെ അമ്മാമ്മ നായ് നായ് എന്നീ 3 പേരുടെയും ഇടയിലുള്ള ബന്ധത്തെയും ഈ സിനിമ കാണിക്കുന്നുണ്ട്. ചുൻഹെ എന്ന നമ്മുടെ കഥാനായകന് സെറിബ്രൽ പാൾസി എന്നൊരു ഫിസിക്കൽ കണ്ടീഷൻ നേരിടുന്ന ഒരാളാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരു വേൾഡ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വേൾഡാണ്. വീട്ടിൽ നിന്നും ആശുപത്രിയിലേക്ക്, വീട്ടിൽ നിന്നും തെറാപ്പി സെന്ററിലേക്ക് ചെറിയൊരു ലോകമാണ് അവൻ കണ്ടിട്ടുള്ളത്. ഈ സിനിമയിൽ കാണുന്നത് ഒരു ഡിസേബിലിറ്റിയുടെ കഥ മാത്രമല്ല, മറിച്ച് ഇതൊരു ഐഡന്റിറ്റി ആയിട്ട് കൂടി നമുക്ക് കാണിക്കുന്നുണ്ട് സിനിമ. തനിക്ക് വലിയ വലിയ സ്വപ്നങ്ങളുണ്ട്, എന്നാൽ അതിനപ്പുറം തനിക്ക് അത് നേടിയെടുക്കാൻ തന്റെ ശാരീരിക പരിമിതികൾ തനിക്ക് തടയണയായിട്ട് വരുന്നു എന്നൊരു ബോധ്യം കഥാനായകന് ഉണ്ടാകുന്നു. നിന്നും അവൻ പുറത്തേക്ക് വരാൻ ശ്രമിക്കുമ്പോഴും സാഹചര്യങ്ങൾ അവനെ തടയിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സിനിമയിലെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു റിലേഷൻഷിപ്പാണ് നമ്മുടെ അമ്മാമ്മയും മോനും തമ്മിലുള്ളത് എന്ന് പറഞ്ഞാല് ചുൻഹയും നായ്നായും തമ്മിലുള്ള ബന്ധം. അവരാണ് ഈ അമ്മാമ്മയാണ് ഈ ചുൻഹയ്ക്ക് ഭയങ്കരമായിട്ട് എൻകറേജും മോട്ടിവേഷനും കൊടുക്കുന്നത്. കാരണം ഏറ്റവും ആവശ്യപ്പെട്ട ഒരു റിലേഷനാണ് അങ്ങനെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് വേണ്ടത് എന്ന് നമ്മളെ ആ സിനിമയിലൂടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇമോഷണൽ സീൻസ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. കാരണം ഇമോഷണൽ സീൻസ് നമ്മളും അറിയാതെ തന്നെ കരഞ്ഞു പോകുന്ന കുറച്ച് രംഗങ്ങളൊക്കെ ഈ സിനിമയിലുണ്ട്. ചെൻലു എന്ന നമ്മുടെ ചുൻഹയുടെ അമ്മ, അവരിരുവരുടെയും തമ്മിലുള്ള ബന്ധത്തെയും പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു സീൻ തന്നെയാണ്. എപ്പോഴും നമ്മളെ ഈ അമ്മ നമ്മുടെ ചുൻഹേനെ കൊണ്ട് എപ്പോഴും വിഷമിച്ചിരിക്കുക. കാരണം ഇങ്ങനെ ഒരു ഫിസിക്കൽ കണ്ടീഷനുള്ളൊരു മകനാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരമ്മയ്ക്ക് നേരിടേണ്ടി വരുന്നു. അത് മാത്രമല്ല, ചുൻഹയും ഈ അമ്മയുടെ ഇങ്ങനെ ഒരു വിഷമം കണ്ടിട്ട് ചുൻഹയ്ക്കും ഇങ്ങനെ ഒരു വിഷമ സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും അവരിരുവരും പിന്നെ സ്നേഹത്തിലൊക്കെ ആകുന്നുണ്ട്. ഇമോഷണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പും അതിൽ ആ സിനിമയിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 3个医生脑里吐丝让我失利。ചുൻഹ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാല് ഒരു സിമ്പത്തറ്റിക് ആയിട്ടുള്ള ലൈഫ് തനിക്ക് വേണ്ട, പകരം തനിക്ക് സാധാ ആൾക്കാർക്ക് ഒപ്പം തന്നെയുള്ള ഒരു ഈക്വൽ ലൈഫ് കിട്ടണം എന്ന് മാത്രമാണ് ചുൻഹയുടെ ആവശ്യം. പിന്നെ അമ്മയുടെ ഒരു ഓവർ കെയറിങ് ചിലപ്പോൾ നമുക്ക് സിനിമയിൽ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. അതുമൂലം ചുൻഹയുടെ വളർച്ച അത് സാരമായിട്ട് തടസ്സപ്പെടുത്തുന്നതായിട്ടും ചിലപ്പോൾ ഒക്കെ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്.医生说我要是血糖控制不好，护理都惨了。所以人家说，知道我苦了，是妈妈带的好处。 ചിലർക്കൊക്കെ ഇത് ഈ സിനിമ പതുക്കെ നീങ്ങുന്നത് പോലെ തോന്നാം. ഇമോഷണലി ഡ്രാമയൊക്കെ ഇഷ്ടപ്പെടുന്ന വേണ്ടിയിട്ട് ഈ സിനിമ കാണാനായിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, വെർത്താണ് ഈ സിനിമ. പവർഫുൾ ആയിട്ടുള്ള പെർഫോമൻസ്, ഇമോഷണൽ ആയിട്ടുള്ള ഡെപ്ത്, റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിങ്, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ മൂവി ഒരു ശരീരമൊന്നുമല്ല, നമ്മുടെ മനസ്സിനുള്ള ഒരു ദൃഢനിശ്ചയമാണ് നമ്മളെ വലുതാക്കുന്നത് എന്നൊരു മെസ്സേജ് ഈ സിനിമയിലൂടെ നമുക്ക് ലഭിക്കും. ഇതില് ശരിക്കും എടുത്തു പറയേണ്ടത് എന്ന് പറയുമ്പോൾ നമ്മുടെ ചുൻഹയുടെ അഭിനയം അത് വളരെ വളരെ ഗംഭീരമായിട്ട്, വളരെ ഇമോഷണൽ ആയിട്ട്, വളരെ റിയലിസ്റ്റിക് ആയിട്ട് നല്ല അഭിനയം നമ്മുടെ ചുൻഹ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അവന്റെ അഭിനയം ഇതിൽ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ബിഗ് വേൾഡ് പോലുള്ള സിനിമകൾ നമ്മളെ എന്റർടൈൻ ചെയ്യാൻ മാത്രമല്ല, മറിച്ച് നമ്മളെ റീതിങ്ക് ചെയ്യാൻ കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീണ്ടും ഒരു വിഷയവുമായി വരേക്കും ഇത് കമലാസ് സൈനിങ്.